ഭരണഘടനാപരമായി അനുവദനീയമായ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് സ്റ്റേറ്റ് പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേർക്ക് കടന്നു കയറുന്നത് അടിയന്തരാവസ്ഥയിൽ നാം കണ്ടതാണ്. അതിൻ്റെ 50-ാം വാർഷികം കൂടിയാണല്ലോ ഇപ്പോൾ. അത്തരം നിയന്ത്രണങ്ങളുടെ കരിനിഴലുകളിൽ നിന്ന് വിമുക്തമല്ല ഇന്നും നമ്മുടെ രാഷ്ട്രം. ഇത്തരം സന്ദർഭങ്ങളിൽ ഫലപ്രദമായ പ്രതിരോധം തീർക്കാൻ ജനങ്ങൾക്ക് കഴിയണമെങ്കിൽ ഭരണഘടനയുടെ അനുശാസനങ്ങൾ മാത്രമല്ല, അതിലേക്ക് എത്തിച്ചേർന്ന വഴികളും നമ്മൾ അറിയേണ്ടതുണ്ട്. ആ അറിയിക്കൽ എന്ന ധർമ്മമാണ് ഈ പരിഭാഷ അനുഷ്ഠിക്കുന്നത്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സമാനമായ പരിസ്ഥിതികളിൽ മറ്റ് രാജ്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നപ്പോഴുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വന്ന പാഠങ്ങൾ കൂടി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകളിൽ പ്രതിഫലിക്കുന്നത് കാണാം. വൈദേശികമായതുകൊണ്ട് ഇംഗ്ലീഷ് പാടില്ല എന്ന് അധികാരസ്ഥാനത്തുള്ളവർ തന്നെ പറയുന്ന കാലമാണല്ലോ ഇത്. വൈദേശികം എന്ന മുദ്രകുത്തി എല്ലാറ്റിനെയും തള്ളുന്ന ഒരു നിലപാട് ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഭരണഘടനയെ ഉണ്ടാകുമായിരുന്നില്ല. ഡെമോക്രസി, സെക്യുലറിസം, സോഷ്യലിസം തുടങ്ങിയ അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങൾ തന്നെ പുറത്തു നിന്ന് വന്നതല്ലേ. ആ അടിസ്ഥാനത്തിൽ തൊടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ തറപ്പിച്ചു പറഞ്ഞു. കേശവാനന്ദ ഭാരതിയിൽ നിന്ന് തുടങ്ങി SR ബൊമ്മെ കേസിലടക്കം ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉലക്കരുതെന്ന് കോടതി എത്രയോ വട്ടം പറഞ്ഞു. ഇതൊന്നും മറന്നുകൂടാത്തതാണ്. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക, ഏകശിലാത്മത കൊണ്ടുവരിക എന്നതായിരുന്നില്ല ഭരണഘടനയുടെ ലക്ഷ്യം. വൈവിധ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്നതായിരുന്നു. വരുംകാല ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ അങ്ങനെയൊരു ഭരണഘടനയാണ് വേണ്ടതെന്ന് അന്നേ ഭരണഘടനാ ശില്പികൾ തിരിച്ചറിഞ്ഞിരുന്നു. ആ തിരിച്ചറിവിലേക്ക് ഭരണഘടനാ അസംബ്ലി എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തുന്നത് കൂടിയാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ. നമ്മുടെ ഭരണഘടന ഒരേ സമയം കൺസർവേറ്റീവും ട്രാൻസ്ഫോർമേറ്റീവുമാണ്. അതിന് നിശിതമായി പറഞ്ഞു വെച്ചവയുമുണ്ട്, കാലാനുസൃതമായി മാറ്റേണ്ടതും അതിലുണ്ട്. അവ എന്തെല്ലാമെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ.